ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ 17-കാരൻ ശിവസൂര്യയുടെ തിരോധാനത്തിൽ 20-ാം ദിവസവും ഒരു സൂചനയും ലഭിക്കാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ്. കാശിക്ക് പോകുന്നുവെന്ന് ഡയറിയിൽ എഴുതിവെച്ച് വീട് വിട്ടിറങ്ങിയ കൗമാരക്കാരനെ തേടി പ്രത്യേക അന്വേഷണ സംഘം ഉത്തർപ്രദേശിലെ വാരണാസിയിലെത്തി ദിവസങ്ങൾ നീണ്ട തെരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഓഗസ്റ്റ് 8-നാണ് മാതാപിതാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ഫോൺ വാങ്ങിവെക്കുകയും ചെയ്തതിൽ മനം നൊന്ത് ശിവസൂര്യ വീട് വിട്ടത്. താൻ കാശിയിലേക്ക് പോകുന്നു, ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ച് ദൈവത്തിൽ അലിയുമെന്നായിരുന്നു മേശപ്പുറത്ത് എഴുതിവെച്ച കുറിപ്പിലുണ്ടായിരുന്നത്. കയ്യിൽ കരുതിയ 3000 രൂപയും 2 ജോഡി വസ്ത്രങ്ങളുമായി ഇറങ്ങിയ മകൻ പണം തീരുമ്പോൾ താനെ തിരികെ എത്തുമെന്നാണ് വീട്ടുകാർ ആദ്യം കരുതിയത്. എന്നാൽ 3 ആഴ്ചയായിട്ടും യാതൊരു വിവരമില്ലാതായതോടെ കുടുംബവും നാട്ടുകാരും കനത്ത ആശങ്കയിലാണ്. കുറിപ്പിലെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുൻപാണ് ചൊക്ലി സിഐയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഉത്തർപ്രദേശിലേക്ക് തിരിച്ചത്. UP പോലീസിന്റെ സഹായത്തോടെ വാരണാസിയിലെ ഘാട്ടുകൾ, ധർമ്മശാലകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റോപ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന നടന്നു. 50-ലേറെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുകയും സമീപ പ്രദേശങ്ങളിലെ കടകളിലും ഹോട്ടലുകളിലും ശിവസൂര്യയുടെ ചിത്രം കാണിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. കൂടാതെ വാരണാസിയിലുള്ള മലയാളി സംഘടനകളുടെയും തീർത്ഥാടകരുടെയും സഹായവും പോലീസ് തേടിയിരുന്നു. എന്നാൽ പരിശോധിച്ച ഒരു ദൃശ്യത്തിലും ശിവസൂര്യയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ ശിവസൂര്യ വാരണാസിയിലേക്ക് എത്തിയിട്ടില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. എങ്കിലും 2 ദിവസം കൂടി ഉത്തർപ്രദേശിൽ തുടർന്ന് പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. അന്വേഷണം വഴിതിരിച്ചുവിടാൻ മനഃപൂർവ്വം ഇങ്ങനെയൊരു കുറിപ്പെഴുതി വെച്ചതാണോ എന്നും പോലീസ് ശക്തമായി സംശയിക്കുന്നുണ്ട്. കയ്യിലുള്ള പണം തീർന്നതോടെ കുട്ടി കേരളത്തിൽ എവിടെയെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. നേരത്തെ ശിവസൂര്യയെ തേടി പാലക്കാട്, കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും കർണാടകത്തിലെ മംഗളൂരുവിലും മൈസൂരുവിലും പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. ശിവസൂര്യയുടെ കയ്യിൽ ഡിജിറ്റൽ ഉപകരണങ്ങളോ മൊബൈൽ ഫോണോ ഇല്ലാത്തത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. സാങ്കേതിക തെളിവുകളുടെ അഭാവത്തിൽ CCTV ദൃശ്യങ്ങളെയും പൊതുജനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെയും മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പോലീസ്. ശാന്ത സ്വഭാവക്കാരനായ വിദ്യാർത്ഥി പെട്ടെന്ന് അപ്രത്യക്ഷനായത് നാടിനെ ഒന്നാകെ വിഷമത്തിലാഴ്ത്തിയിട്ടുണ്ട്. ശിവസൂര്യയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ചൊക്ലി പോലീസോ വിവരം അറിയിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്.